സവിശേഷമായ ഒരു ജൈവ വ്യവസ്ഥിതിയാണ് തണ്ണീർത്തടങ്ങൾ. ജലത്തിലെ മാലിന്യങ്ങളെ ഒരരിപ്പ പോലെ വർത്തിച്ച് ശുദ്ധജലം പ്രദാനം ചെയ്യുന്നതിൽ തണ്ണീർത്തട ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ പങ്കാണുള്ളത്. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ ആരോഗ്യത്തെ ദിനേനയെന്നോണം ക്ഷയിപ്പിക്കുന്ന ഇക്കാലത്ത് കാർബണിനെ ആഗിരണം ചെയ്ത് സൂക്ഷിക്കുന്ന വലിയൊരു സംഭരണിയാണ് തണ്ണീർത്തടങ്ങളും കായലുകളും ചതുപ്പുകളും കണ്ടൽക്കാടുകളും. അഴിമുഖങ്ങളിലും ചതുപ്പുകളിലും കായലോരങ്ങളിലും വളരുന്ന വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അടങ്ങിയ വനമാണ് കണ്ടൽക്കാടുകൾ. വേലിയേറ്റ സമയത്ത് ജലാവൃതമായും വേലിയിറക്ക സമയത്ത് അനാവൃതമായും ഇവയെ കാണാം. ഉഷ്ണമേഖലാ കാടുകൾ ആഗിരണം ചെയ്യുന്ന കാർബണിനേക്കാൾ 50 ഇരട്ടി കാർബൺ ആഗിരണം ചെയ്യാനുള്ള ശേഷി കണ്ടൽക്കാടുകൾക്കുണ്ട്. വിവിധയിനം മത്സ്യങ്ങളടക്കമുള്ള ജലജീവികൾക്ക് സുരക്ഷിതമായി പ്രജനനം നടത്താനും പക്ഷികൾക്ക് കൂടുകൂട്ടാനും പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാനും ഇവ സഹായിക്കുന്നു. കേരള വനം വകുപ്പ് കാസർഗോഡ് ഡിവിഷനിലെ കാസർഗോഡ് റേഞ്ചിന്റെ അധീനതയിലുള്ളതും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ഹൃദയഭാഗമായ തളങ്കര വില്ലേജിലെ തളങ്കര മുതൽ പള്ളം വരെ കടലും കായലും ഇടചേർന്ന 21 ഹെക്ടറോളം വരുന്ന റിസർവ് വനമാണ് പള്ളം നഗരവനം. ചരിത്രപ്രസിദ്ധമായ മാലിക് ദിനാർ പള്ളിയുടെയും കാസർഗോഡ് ഹാർബറിന്റെയും ഓരം ചേർന്നാണ് ഈ നിത്യഹരിത വനം പടർന്നു പന്തലിച്ചു കിടക്കുന്നത്. ചന്ദ്രഗിരിപ്പുഴയുടെ കടലോട് ചേരുന്ന ഭാഗത്ത് ഉപ്പ് കലർന്ന വെള്ളത്തിലാണ് കണ്ടൽ ചെടികൾ വളർന്നു വികാസം പ്രാപിച്ചത്. കണ്ടൽ ചെടിയുടെ സാന്നിധ്യം കുറവുള്ള ഈ പ്രദേശത്ത് മാൻഗ്രോവ് കൺസർവേഷന്റെ ഭാഗമായാണ് ഈ ഭാഗങ്ങളിൽ കണ്ടൽ ചെടികൾ വനം വകുപ്പ് നട്ടുപിടിപ്പിച്ചത്. ആദ്യകാലങ്ങളിൽ ജനങ്ങളുടെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും നിരന്തര ബോധവൽക്കരണത്തിലൂടെ കണ്ടൽക്കാടുകൾ ജീവനോപാധിയാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിച്ചു. ഇന്ന് നദികളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഫലഭൂയിഷ്ടമായ എക്കലും കടലിൽ നിന്നെത്തുന്ന ധാതുലവണങ്ങളും മറ്റു പോഷക വസ്തുക്കളും നിമിത്തം ഈ ഭാഗത്തുള്ള കണ്ടൽക്കാടുകൾ മികച്ച ഒരു ആവാസ വ്യവസ്ഥയായി മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് പാഴ്നിലമായി കണ്ട് മനുഷ്യജന്യ മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും അറവുശാലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും കെട്ടിട അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമായ എന്തും വലിച്ചെറിയാനുള്ള ഇടമായിരുന്നു ഈ കണ്ടൽ വനപ്രദേശം. പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കി പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കി വനം വകുപ്പും ഹരിത കേരള മിഷനും കണ്ടൽ നഗരവനം യാഥാർത്ഥ്യമാക്കി. നിരന്തര പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്നീ പ്രദേശത്ത് പ്രകൃതിദത്തമായ ഒരു വൻമതിൽ പോലെ വളർന്നു പന്തലിച്ചു നിൽക്കുകയാണ് കണ്ടൽ വനങ്ങൾ. തീരപ്രദേശത്തെ ജനങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സുനാമിയിൽ നിന്നും കരയിടിച്ചിലിൽ നിന്നും സംരക്ഷിക്കുന്നതോടൊപ്പം കരയിൽ ഉപ്പിന്റെ അംശം അരിച്ചിറങ്ങാതെ ഓരുജലവും ശുദ്ധജലവും തമ്മിലുള്ള ബാലൻസ് നിലനിർത്തുന്നതിന് കണ്ടൽക്കാടുകൾ സഹായകരമാകുന്നു. അനേകജാതി മത്സ്യങ്ങളുടെയും ഞണ്ടുകളുടെയും അഭയകേന്ദ്രമായും പ്രജനന കേന്ദ്രമായും നീർപക്ഷികളുടെയും ദേശാടന പക്ഷികളുടെയും തേനീച്ചകളുടെയും ചിത്രശലഭങ്ങളുടെയും അഭയകേന്ദ്രമായ പള്ളം കണ്ടൽ നഗരവനം പഠനത്തിനും കണ്ടൽ സൗന്ദര്യം ആസ്വദിക്കാനുള്ള തികഞ്ഞ ഒരു വിനോദ കേന്ദ്രമാണ്. ചുള്ളിക്കണ്ടൽ, ഉപ്പട്ടി, കുറ്റിക്കണ്ടൽ, നല്ല കണ്ടൽ, പ്രാന്തൻ കണ്ടൽ തുടങ്ങിയ കണ്ടൽ സസ്യങ്ങളും കണ്ണാമ്പുട്ടി, അപ്പക്കാട്, മച്ചിന്തോൽ, പൊന്നമ്പളി, മഞ്ഞനാത്തി, ഉങ്ങ്, ഒതളം തുടങ്ങിയ കണ്ടൽ സഹസസ്യങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന സസ്യജാതികൾ. 2021 331 മീറ്ററോളം വയർ ഫെൻസിംഗും 52 മീറ്ററോളം ചുറ്റുമതിലും മനോഹരമായ കമാനവും 2 ബയോ ടോയ്ലറ്റുകളും ഫ്ലോട്ടിംഗ് ജെട്ടിയും വനം വകുപ്പ് നിർമ്മിച്ചു. ധൃതി പിടിച്ച നഗര ജീവിതത്തിനിടയിൽ മാനസിക ഉല്ലാസത്തിനും കണ്ടൽ വന സൗന്ദര്യാസ്വാദനത്തിനും പള്ളം നഗരവനം പുതിയൊരധ്യായം കുറിക്കുകയാണ്. ചെറുജീവജാലങ്ങളാലും പക്ഷിമൃഗാദികളാലും ജൈവസാന്ദ്രമായ ഒരാവാസ വ്യവസ്ഥയെ നമുക്കൊപ്പം ചേർന്ന് സംരക്ഷിക്കാം. കാസർഗോഡ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിധിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു 500 മീറ്റർ പോലും ദൂരമില്ലാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ളൊരു കണ്ടൽ വനം ഉള്ളത് തന്നെ ജനങ്ങൾക്ക് അത് ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. വൈവിധ്യങ്ങളായ കണ്ടൽ ചെടികളും അവയോട് ഇണങ്ങി ജീവിക്കുന്ന പക്ഷികളും മത്സ്യങ്ങളും മറ്റു ജീവികളും ഉള്ള ഈ പ്രദേശം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുവാനും സഞ്ചാരികൾക്ക് കണ്ടൽ വനത്തിലൂടെ സഞ്ചരിച്ച് ഇത്തരം ജീവജാലങ്ങളെ നിരീക്ഷിച്ച് പഠിക്കുവാനും പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടൽ എക്കോ ടൂറിസം പ്രദേശമായി വളർത്തിയെടുക്കുകയാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. കേരള വനംവകുപ്പിന്റെ നഗരവനം എന്നുള്ള പദ്ധതിയാണിത്. 21 ഹെക്ടർ കണ്ടൽ വനമാണ് ഇവിടെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് എക്കോ ടൂറിസം ആയി കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.